ഹലോ, സുഖമാണോ? മഞ്ജുഷയാണ്. നമ്മൾ ഇതിന് മുന്നേ ഈ 50 ഡേയ്സ് ചലഞ്ചിൽ കളറിങ്ങും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പിക്ചറാണ് നമ്മൾ ചെയ്തത്. അതിൽ നമ്മൾ ഗ്രീൻ കളർ വാഷ് ചെയ്തു, പിന്നെ ബേസ് വാഷ് ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് റെഡ് കളർ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റെഡ് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇന്ത്യൻ റെഡും സ്കാർലറ്റ് ലേക്കുമാണ് എടുക്കുന്നത്. ഇന്ത്യൻ റെഡ് കുറച്ച് കൂടുതൽ എടുക്കുക, എന്നിട്ട് വളരെ കുറച്ച് സ്കാർലറ്റ് ലേക്കും കൂടെ ഞാൻ വീഡിയോയിൽ പറയുന്ന ഓരോ കളർ മിക്സിങ്ങും ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. റെഡ് കളർ നമുക്ക് ഈ രീതിയിൽ മാത്രമല്ല വേറെ രീതിയിലും നമ്മൾ ചെയ്യാറുണ്ട്. അത് അപ്പോൾ ഓരോ സമയവും വീഡിയോ കാണുമ്പം എന്തൊക്കെ രീതിയിലാണോ കളർ മിക്സിങ് ചെയ്തിരിക്കുന്നത് അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ആ കാവി റെഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കാവി റെഡ് കളറാണ് നമ്മുടെ മ്യൂറലിലെ ആ റെഡിൻ്റെ കളറ്. ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രീൻ കളർ ഷെയ്ഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ മെത്തേഡ് തന്നെയാണ്, പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റെഡ് കളറേ ഉള്ളൂ. അപ്പോൾ റെഡ് കളറിൻ്റെ മിക്സിങ് നമ്മൾ പഠിച്ചു. റെഡ് കളറിനും ഗ്രീൻ കളറിനും നമ്മൾ ബേസ് വാഷ് കൊടുക്കുന്നത് യെല്ലോ. എങ്ങനെയാണ് നമ്മൾ ഗ്രീൻ കളർ ചെയ്തത്? ചെറിയൊരു ഡിസൈൻ ആണെങ്കിൽ നമ്മൾ ആ ഔട്ട്ലൈനിൽ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന പോലെ ഔട്ട്ലൈനിൽ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് വളരെ ചെറുതായിട്ടൊന്ന് സൈഡിൽ കൂടെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. വീണ്ടും നമ്മൾ ആ വരച്ചതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ വരയ്ക്കാം. ചെറിയ ഡിസൈൻ ആണെങ്കിൽ ഔട്ട്ലൈൻ മാത്രം വരച്ചാൽ മതി. കുറച്ചും കൂടെ ഇപ്പം ഞാൻ വരയ്ക്കുന്ന ടൈപ്പ് ആണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വരയും കൂടെ വരയ്ക്കുമ്പോൾ ആ ഷെയ്ഡിങ് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ലേപനം രീതിയാണ്. അപ്പോൾ ലേപനം രീതിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇനി നമുക്ക് ബിന്ദുജം ഉണ്ട്, രേഖികം ഉണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ടത്, ബ്രഷ് എടുക്കുമ്പോഴത്തേക്ക് ബ്രഷിൽ ഒരുപാട് പെയിൻറ്റ് പാടില്ല. ഒന്ന് ബ്രഷ് പെയിൻറ്റിൽ നമ്മൾ മുക്കിയെടുത്തിട്ട് ഒന്ന് കോട്ടൺ ക്ലോത്തിലൊന്ന് വരച്ച് കൊടുത്തിട്ട് വേണം ക്യാൻവാസിലേക്ക് വെക്കുവാനായിട്ട്. അല്ലെങ്കിൽ ഒരുപാട് പെയിൻറ്റ് ക്യാൻവാസിലേക്ക് ഒഴുകി വരാനുള്ള ചാൻസ് ഉണ്ട്. ലോങ് ഹെയർ ബ്രഷ് ആകുമ്പോൾ ഒരുപാട് പെയിൻറ്റ് അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് പെയിൻറ്റ് എടുത്തിട്ട് ഒന്ന് കോട്ടൺ ക്ലോത്തിലൊന്ന് വരയ്ക്കുക, അതിനുശേഷം ക്യാൻവാസിൽ വരയ്ക്കുക. നേരത്തെ പറഞ്ഞു, ചെറിയ ഡിസൈൻ ആണെങ്കിൽ ഔട്ട്ലൈനിൽ വരയ്ക്കുക. കുറച്ചും കൂടെ വലുതാണെങ്കിൽ ഔട്ട്ലൈനിൽ വരച്ചിട്ട് അതിനോട് ചേർത്ത് ഒന്നുകൂടെ വരച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ലീവ്സ് ചെയ്തതുപോലെയാണെങ്കിൽ കുറച്ച് വലുതാണെങ്കിൽ ഔട്ട്ലൈനിൽ വരച്ചിട്ട് മിഡിലേക്ക് ലൈറ്റായിട്ട് ലയിപ്പിച്ച് ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഈ ഇതിനകത്ത് കാണുന്ന പോലത്തെ ഈ വള്ളികൾ എല്ലാം വരച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതല്ലെങ്കിൽ ഈ പിക്ചർ തന്നെ ഒന്ന് ആവർത്തിച്ചിട്ട് വരയ്ക്കുക. ധാരാളം വള്ളികളും ലതകളും എല്ലാം ചേർത്ത് വരച്ചിട്ട് അതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് ആദ്യമേ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ എല്ലാം നന്നായിട്ട് കറക്റ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഫിഗറിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഷെയ്ഡിങ് ഈ ചെറിയ ഡ്രോയിങ്സിൽ കംപ്ലീറ്റ് ആക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫിഷാണ്. ഫിഷിൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്യുമ്പം കുറച്ചൊരു വ്യത്യാസമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇനി ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ വളരെ ചെറിയൊരു പാരലൽ ലൈനാണ് ഈ വള്ളിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ മിഡിലിൽ നമുക്ക് ഷെയ്ഡിങ് ഈസി ആവാൻ വേണ്ടി എന്ത് ചെയ്യാം, വേറൊരു ബ്രഷ് എടുത്തൊന്ന് നനച്ച് തുടച്ചിട്ട് അതിൻ്റെ മിഡിലൂടെ ഒന്ന് വരച്ച് പോയാൽ മതി. അങ്ങനെ വരയ്ക്കുമ്പോഴും നമുക്ക് ചെറുതായിട്ട് ആ ഒരു ഷെയ്ഡിങ് ഇഫക്റ്റ് കിട്ടും. ഞാനിപ്പോൾ വരയ്ക്കുന്നത് പോലെ നടുവിലൂടെ ഒന്ന് വരച്ചിങ്ങ് പോയാൽ മതി. അങ്ങനെയും നമുക്ക് ചെറിയ ഡിസൈനുകൾ ഷെയ്ഡ് ചെയ്ത് എടുക്കാം. ലേപനം രീതി ആദ്യം നല്ലതുപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഈ വള്ളികളും ലതകളും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതിനുശേഷം മത്സ്യം വരയ്ക്കുക, പിന്നെ ലോട്ടസ്, പിന്നെ നമുക്ക് പീക്കോക്ക് വരയ്ക്കാം. അങ്ങനെ ചെറിയ ഡിസൈൻസ് വരച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈക്കൊരു വഴക്കം കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാം ഒന്നും വരയ്ക്കുന്നില്ല, ഇതുപോലെ ബാക്കിയുള്ള വള്ളികളും ലതകളും എല്ലാം വരയ്ക്കുക. ഇനി നമുക്ക് മത്സ്യത്തിന് വരയ്ക്കാം. മത്സ്യത്തിന് വരയ്ക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഔട്ട്ലൈനിലൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് വലുതാക്കിയിട്ടല്ലേ മത്സ്യം വരച്ചിരിക്കുന്നത്. ഔട്ട്ലൈനിൽ വരച്ചിട്ട് നമ്മൾ നേരത്തെ വള്ളികൾ ചെയ്തതുപോലെ തന്നെ ആ ഔട്ട്ലൈനിനോട് ചേർത്ത് വരച്ച് മിഡിലേക്ക് കൊണ്ടുവരിക. ഓരോ പ്രാവശ്യം വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മളൊന്ന് വരച്ചു കൊടുത്തു, അപ്പം നമ്മുടെ ബ്രഷിൽ ഒരുപാട് പെയിൻ്റ് ഉണ്ടാവും. ഒന്നെങ്കിൽ വേറൊരു ബ്രഷ് നനച്ച് അതുപയോഗിച്ചിട്ട് താഴത്തേക്ക് വരച്ച് കൊണ്ടുവരിക. അല്ല, സെയിം ബ്രഷ് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് കോട്ടൺ ക്ലോത്തിൽ തുടച്ചതിന് ശേഷം മാത്രമേ താഴത്തേക്ക് വരച്ച് കൊടുക്കാവുള്ളൂ. അതല്ലെങ്കിൽ പെയിൻറ്റ് ഡാർക്കാക്കി തന്നെ മിഡിലേക്ക് വരും. അപ്പോൾ ആദ്യം ഒന്ന് ഫിഷിൻ്റെ ഔട്ട്ലൈൻ മൊത്തം ഒന്ന് വരച്ചു കൊടുക്കുക. മൊത്തം ഔട്ട്ലൈൻ ഇതേപോലെ ഒന്ന് മിഡിലേക്ക് ഷെയ്ഡ് ചെയ്ത് എടുക്കുക. അതിനുശേഷം മാത്രം വേണം നമുക്ക് ഉള്ളിലുള്ള ഡിസൈൻസ് ചെയ്യാനായിട്ട്. അതാണ് കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡ്. മത്സ്യം അല്ലെങ്കിൽ പീക്കോക്കൊക്കെ ചെയ്യുമ്പം കുറച്ചുകൂടി എളുപ്പം നമുക്ക് ഈ രീതിയിൽ ചെയ്യുന്നതാണ്.
ഇതിപ്പോൾ വലിയൊരു മത്സ്യത്തിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആദ്യം ഒന്ന് ഔട്ട്ലൈനിൽ വരച്ചു, അതിനുശേഷം അതിനോട് ചേർത്ത് വരച്ചു കൊടുക്കുകയാണ്. അക്രിലിക് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യണം, ഫാസ്റ്റായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് എടുക്കണം. ഒന്ന് വരച്ചതിന് ശേഷം, എല്ലാ ഔട്ട്ലൈനും വരച്ചതിന് ശേഷം പിന്നീട് ഷെയ്ഡ് ചെയ്യാൻ നിൽക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഔട്ട്ലൈനിൽ നമ്മൾ ആദ്യം വരച്ച ആ ഒരു ലൈൻ ഒരു വര പോലെ കിടക്കും. അങ്ങനെ വരാതെ നല്ല കറക്റ്റായിട്ട് ഷെയ്ഡിങ് കിട്ടണമെങ്കിൽ ആദ്യം വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനോട് ഉടനെ തന്നെ ചേർത്ത് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ മിഡിലേക്ക് ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ തലയുടെ ഭാഗത്ത് ഷെയ്ഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോഡിയിൽ വരുമ്പോൾ ബോഡിയിൽ ഇതുപോലെ തന്നെ ഔട്ട്ലൈനിലൊന്ന് വരയ്ക്കുക. രണ്ട് സൈഡിൽ നിന്നും വരച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ വരയ്ക്കുന്ന മുകൾ വശത്താണ്. അതിങ്ങനെ വരച്ച് ആ ഒരു അറ്റം വരെ കൊണ്ടുവരിക. അതിനുശേഷം ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിനോട് ചേർത്ത് മിഡിലേക്ക് കൊണ്ടുവരിക. അപ്പം എങ്ങനെ വരും എന്ന് വിചാരിച്ചാൽ രണ്ട് സൈഡിൽ നിന്നും ഡാർക്കായിട്ട് മിഡിലേക്ക് ലൈറ്റായിട്ട് വരും. അങ്ങനെ ആദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിലത്തെ ഡിസൈൻ വരയ്ക്കാവുള്ളൂ. അങ്ങനെ വരയ്ക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ല. ചെറിയൊരു ഫിഷിൻ്റെ ഡിസൈൻ ആണെങ്കിൽ ആദ്യം അങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളെല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് വരയ്ക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഒരുപാട് ഡൗട്ടുകളൊക്കെ വരികയാണെങ്കിൽ നമുക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാമേ. ഒരു കാര്യം ശ്രദ്ധിക്കണേ, കുറച്ച് വലിയ ഡിസൈനൊക്കെ ആണെങ്കിൽ അത് ലേപനം രീതി ചെയ്യാനായിട്ട് കുറച്ച് വലിയ ബ്രഷ് തന്നെ ഉപയോഗിക്കുക കേട്ടോ. നമ്പർ 6ഓ 7ഓ ഒക്കെ ഉപയോഗിക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ആ ബ്രഷ് എല്ലാം ഒന്ന് ചീത്തയായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ബ്രഷ് തന്നെ ഉപയോഗിക്കുന്നത്. ചെറിയ ബ്രഷ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. കുറച്ച് വലിയ ബ്രഷ് ആണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ആ ഷെയ്ഡിങ്, നമ്മൾ ആദ്യം ഔട്ട്ലൈനിലോട് ചേർത്ത് ചെയ്ത ഷെയ്ഡിങ് നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് കുറച്ച് ഈസി. അപ്പോൾ എല്ലാവരും കുറച്ച് വലിയ നമ്പർ ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് ആദ്യത്തെ ഷെയ്ഡിങ് ചെയ്യുക. ഉള്ളിലെ ആ ഒരു ചെതമ്പലിൻ്റെ ആ ഒരു ഡിസൈൻ വരയ്ക്കുവാൻ വേണ്ടിയിട്ട് നമ്പർ 1ഓ 2ഓ ഒക്കെ യൂസ് ചെയ്യുക. ഏതാണോ എല്ലാവർക്കും കംഫർട്ടബിൾ ആ ബ്രഷ് ഉപയോഗിക്കുക. ചെറിയ ബ്രഷ് ആകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്യുവാനായിട്ട് പറ്റും. പുറമേയുള്ള ഔട്ട്ലൈൻ അതിനോട് ചേർന്ന് ആദ്യം വരച്ച ആ ഷെയ്ഡിങ് ചെയ്യാനായിട്ട് നമ്പർ 7ഓ നമ്പർ 8ഓ ഒക്കെ യൂസ് ചെയ്യുക. പിക്ചറിനനുസരിച്ചിട്ട് ബ്രഷുകൾ സെലക്ട് ചെയ്യുക. ഉള്ളിലുള്ള ഈ ഒരു ഹാഫ് സർക്കിൾ ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്യാം, ഔട്ട്ലൈനോട് ചേർത്ത് വരയ്ക്കുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അങ്ങനെ ലേപനം രീതി ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇതേപോലെ ഈ ഫിഷിൻ്റെ ഫുൾ ഡിസൈൻ കംപ്ലീറ്റ് ആക്കുക. ആ വാലിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വള്ളികളും ലതകളും ചെയ്തതുപോലെ ചെയ്യുക. അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ സൈഡിലുള്ള ആ ഒരു ഡിസൈനും എല്ലാം നമ്മൾ നേരത്തെ വള്ളികളും ലതകളും ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഫിഷിൻ്റെ ആ ഒരു ഷെയ്ഡിങ് ഫുള്ള് കംപ്ലീറ്റ് ആവുകയാണ്. കണ്ണൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലോട്ടസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. എല്ലാം കൂടി ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വീഡിയോയും ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലോട്ടസ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡേ 1 തൊട്ട് കാണുക. ഡേ 1 തൊട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള മ്യൂറലിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വീണ്ടും നന്ദി പറയുകയാണ്. കാരണം ഓരോ ദിവസവും നമ്മുടെ സബ്സ്ക്രിപ്ഷനും വ്യൂസും എല്ലാം കൂടിക്കൂടി വരികയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലീവൊക്കെ എടുത്താലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സപ്പോർട്ടെന്ന് പറയുന്നത് എൻ്റെ വീഡിയോസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വരയ്ക്കുക.